അസ്സലാമു അലൈക്കും. അപ്പോൾ ഇനി ചെറിയൊരു സ്നാക്സിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഹാഫ് മൂണ്. അതിലേക്ക് ബോൺലെഗ്സ് പിന്നെ ചെസ്റ്റ് പീസിൻ്റെ ചിക്കൻ വേണം. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കാം. ഉള്ളിയും കോണും പിന്നെ ക്യാരറ്റ്, പച്ചമുളക്, മല്ലിച്ചപ്പൽ ഇത്ര കട്ടാക്കിയത്, ചിക്കൻ ചിക്കി എടുത്തത്, പ്രോസസ്ഡ് ചീസ്, ബട്ടർ, ഇത്ര സാധനം ആവശ്യമുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലും ബട്ടറും ഇട്ടിട്ട് ചൂടാക്കുക. ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി കട്ടാക്കിയതില്ലേ അതിടാം. അതിട്ടിട്ട് നല്ലപോലെ വഴറ്റാം. ഇപ്പോൾ കുറച്ച് നല്ലോണം ബ്രൗൺ കളറാണോ ഇല്ല, കുറച്ചിങ്ങനെ വഴന്നാൽ മതി. വഴന്നിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. എന്നിട്ട് അത് ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ മണം പിന്നെ ഫോള് നല്ല പാല വഴറ്റണം. എന്നിട്ടായിട്ട് അത് നല്ല വഴന്നിട്ടാകുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് കട്ടാക്കിയതും നമ്മുടെ സ്വീറ്റ് കോണും പച്ചമുളക് കട്ടാക്കിയതും ഇടണം. ഇത് മൂന്നും ഇട്ടിട്ടായിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റാം. ഇതിൻ്റെ പച്ചമണം മുകളിൽ വഴറ്റിയിട്ട് എടുക്കാം. നല്ല വഴന്നിട്ടായിട്ടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചിക്കൻ വേവിച്ച വെള്ളം ഇതിൽ കൂട്ടാനുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ടാൽ മതി. ഉപ്പിട്ടിട്ട് വഴറ്റിയിട്ടായിട്ട് നല്ല വഴന്നിട്ടായിട്ടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് മൈദപ്പൊടി ഇടാം. മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് മൈദപ്പൊടീൻ്റെ പച്ചമണമോളം ഒന്ന് വഴറ്റണം. ഇത് വൈറ്റ് സോസിൻ്റെ പിന്നെ ക്രീം ഇതാക്കുന്നത്. അതിലേക്ക് ചിക്കൻ വേവിച്ചത് ഇടാം. എന്നിട്ട് ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ക്രീമി പോലെ ആവും. ഒന്ന് വഴറ്റാം. കുറച്ച് പാലും ഒഴിച്ച് കൊടുക്കണോ. പാലേക്കൊന്ന് വീഡിയോ കട്ടായിപ്പോയി. ഇപ്പോൾ ഞാൻ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാൽ ഒഴിച്ച് ആ പ്രോസസ്ഡ് ചീസും ഇട്ട് കുറച്ച് ക്രീം ചീസും ഇട്ട്. മൊസറല്ല ചീസ് വേണ്ട, ക്രീം ചീസ് ഇടണമുണ്ടെങ്കിൽ. ഇനി ചീസൊന്നും ഇട്ടില്ലാങ്കും ആവും. ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ മസാല റെഡി. ഇപ്പോൾ ഒരു ചട്ടിയിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഹാഫ് മൂണിൻ്റെ പുട്ടുണ്ടാക്കാൻ 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ടിട്ട് ആവശ്യത്തിൻ്റെ ഉപ്പിട്ടിട്ട് തിളക്കാൻ വെക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടാകുമ്പോൾ അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ടിട്ട് നല്ലപോലെ പിന്നെ വാട്ടിയെടുക്കുക. പത്തനല്ലേ വാട്ടിയെടുക്കുന്നില്ലേ, അതുപോലെ തന്നെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കും. നല്ല പാല് വാട്ടിയെടുത്തിട്ടാകുമ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും, നല്ല പുട്ടായിട്ടുണ്ടാവും. ഒരു ചൂടോടെ തന്നെ പാല് കുഴച്ചെടുക്കണം. അതിനെയാണ് പൊട്ടറ്റോ മേശറിൽ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. നല്ല കുഴച്ചെടുത്തിട്ടാകുമ്പോൾ നല്ലൊരു പുട്ടായിട്ടുണ്ടാവും. നല്ല പത്തലിൻ്റെ പുട്ട് പോലെ അതിനിപ്പോൾ. ഇനി ഒന്നും കൂടി കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പാല് കുഴച്ചെടുക്കണം. പുട്ടിൻ്റെ ചൂടെല്ലാം തണ്ണിട്ടാകുമ്പോൾ നല്ല പാങ്ങൽ ഇങ്ങനെ പരത്തിയെടുക്കണം. ഒരു 1/4 ഇഞ്ച് തിക്നെസ്സിൽ പരത്തണം. എന്നിട്ട് ഏതെങ്കിലും ഒരു അടപ്പ് കൊണ്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാം. നമുക്ക് വേണ്ട സൈസിൻ്റെ റൗണ്ട് ഷേപ്പിലാക്കണം. എന്നിട്ട് മേടെല്ലാം ഇതിങ്ങനെ റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓരോന്നിലേക്കും ഇങ്ങനെ മസാല ഇട്ടിട്ട് പിന്നെ അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. വെള്ളമൊന്നും വേണ്ട, അത് ഓട്ടോമാറ്റിക്കായി തന്നെ ഒട്ടിക്കോളും. അങ്ങനെ ഒട്ടിച്ചെടുക്കണം. അങ്ങനെ ഓരോന്നും അങ്ങനെ ഒട്ടിച്ചെടുക്കാം. അതിനൊന്നും കൂടി കാണിച്ചു തരാം. അതിനൊന്ന് അങ്ങനെ മസാല ഇട്ട് എന്നിട്ട് കുറേ ഇടണ്ട, കുറച്ച് മസാല ഇട്ടാൽ മതി. കുറേ ഇപ്പം എല്ലാം ഹാഫ് മൂണും മസാല ഇട്ടിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയായി. ഇപ്പോൾ അതിന് പിന്നെ മുട്ടൻ്റെ മൈദൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഓരോന്നും എടുക്കാം. അങ്ങനെ ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഫ്രീസ് ചെയ്യണം. ഫ്രീസാകാൻ വെക്കണം. ഇതിപ്പോൾ ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് ഒരു 4-5 മണിക്കൂർ ഫ്രീസാണ്. എല്ലാം ഓരോന്നും ഫ്രീസാവണം. ഇങ്ങനെയെല്ലാം ഫ്രീസായത് നമുക്കിങ്ങനെ കവറിലിട്ടിട്ട് വെച്ചെങ്കിൽ 1 മാസത്തോളം എന്താണെന്നില്ല. ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ ഒന്നും മോശമാകുന്നില്ല, വെടുക്കാവാണ്ടുണ്ടാകുന്നു.
ആവശ്യത്തിന് ഓരോന്നെടുത്തിട്ട് ഫ്രൈ ആക്കിയാൽ മതി. ഓരോന്നും ഫ്രീസറിൽ വെച്ച് ഫ്രീസാക്കണം. അപ്പം നമുക്ക് ആവശ്യത്തിന് ഓരോന്നായി രണ്ടാവണമെങ്കിൽ കവർ പൊട്ടിച്ചെടുത്തെങ്കിൽ ഇപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്താക്കി ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്ക്. എല്ലാവർക്കും ഷെയർ ആക്കാൻ മറക്കണ്ടാവോ. ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ആരും മറന്നോണ്ട. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.